ഇന്ന് രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള സൂചനകൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വിദൂര ഭാവിയിൽ ഈ വർഷാവസാനം അല്ലെങ്കിൽ വരും മാർച്ചിൽ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന സൂചനയടങ്ങുന്ന വീഡിയോ ഇന്ന് രാത്രി 7 മണിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $3273 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $3337 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ വരുന്ന ഡാറ്റകളിൽ ബുധനാഴ്ച വരുന്ന FOMC മീറ്റിംഗ് മിനിറ്റ്സ്, വ്യാഴാഴ്ച വരുന്ന ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നിവ വിപണിക്ക് പ്രധാനമാണ്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് 9615, തൃശൂർ എറണാകുളം 9605 എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 6/7/2025 പവന് 72,480, ഗ്രാമിന് 9,060. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 36% വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും 59% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 28%, 20% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 36%, 21% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ സ്വർണ്ണത്തിന്റെ ദിശയെക്കുറിച്ച് വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ കാര്യമായ സൂചന നൽകാതിരിക്കുമ്പോൾ അമേരിക്കൻ കടബാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകർ വരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകൾക്കപ്പുറം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US താരിഫുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പരിധി നിശ്ചയിച്ച ജൂലൈ 9 സ്വർണ്ണ വിപണിക്ക് നിർണായകമാണ്. അതിനനുസരിച്ചായിരിക്കും വിപണി നീങ്ങുക. ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണവില കുറയാമെങ്കിലും ജൂലൈ 9 പ്രഖ്യാപനങ്ങൾക്ക് ശേഷം വിപണി ഉയരാമെന്ന സൂചനയാണ് നൽകുന്നത്. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.